ഹായ് ആമീസ്, ആർ യു ഷുവർ സീസൺ 2ന്റെ 6th എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. മുമ്പുള്ള എപ്പിസോഡൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണാം. ഈ എപ്പിസോഡിൽ ആദ്യം തന്നെ അവർ കൊറിയയിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. ഇനി ബാക്കി യുദ്ധം കൊറിയയില്. ശരിക്കും കൊറിയയിൽ തിരിച്ചെത്തിന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. ഇനി ഷോ എങ്ങാനും കഴിഞ്ഞോ എന്നാലോചിച്ച് ഡൗട്ട് അടിച്ചിരിക്കുമ്പോഴാണ് സ്റ്റാഫ് വന്ന് അടുത്ത ഡെസ്റ്റിനേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു കിറ്റ് കൊടുക്കുന്നത്. ജിമിൻഷിന്റെ കിറ്റിലാണ് ക്ലൂ ഉണ്ടായിരുന്നത്. എന്റെ എന്താ അതില്ലാത്തതെന്ന് കൂക്കിയപ്പോ ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് അവർ പോണത് വിയറ്റ്നാമിലോട്ടാണ്. അങ്ങനെ എയർപോർട്ടിലെത്തി. പിന്നെ കാണിക്കുന്നതൊക്കെ ഒരു ആനിമേഷൻ മോഡിലാണ്. കൂക്കിയാണെങ്കിൽ ചെറിയൊരു സാധനം എടുക്കാൻ പറഞ്ഞു, പാസ്പോർട്ട്. പിന്നെ അതിനെപ്പറ്റി ജിമിൻഷിക്ക് കുറെ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എയർപോർട്ടിൽ നിന്ന് സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കൂക്കി പല്ല് തേക്കുന്നതാണ്. എന്റെ അമ്മോ, തേപ്പോട് തേപ്പ്, നടന്ന് തേപ്പ്, തുള്ളി തേപ്പ്, സ്റ്റെപ്പിട്ട് തേപ്പ്, ഇങ്ങനൊക്കെ തേച്ചാ പല്ല് തേഞ്ഞു പോവില്ലേ. പിന്നെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ജിമിൻഷി കുറെ നല്ല സ്പോട്ടുകളൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. മുമ്പ് ട്രിപ്പ് പോയപ്പോ എടുത്ത ഫോട്ടോസ് ഒക്കെ നോക്കുന്നുണ്ട്. കൂക്കി പറയുന്നുണ്ട് ഞാൻ കണ്ണ് തുറക്കുമ്പോ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ടാവണമെന്ന്. പിന്നെ സ്വിച്ച് ഇട്ട പോലെ ഒരൊറ്റ ഉറക്കം. ജിമിൻഷി ആണെങ്കിൽ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്, ഉറങ്ങിയോ ഇത്ര പെട്ടെന്നാ, ഇതെന്ത് തേങ്ങാന്നുള്ള എക്സ്പ്രഷനും. എന്നിട്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടിന്റെ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ജിമിൻഷി ഉറങ്ങി. പിന്നെ കുറെ നേരം കഴിഞ്ഞ് കൂക്കി പറഞ്ഞ പോലെ കൂക്കി കണ്ണു തുറന്നപ്പോ വിയറ്റ്നാമിലെത്തി. പിന്നെ അവര് റിസോർട്ടിലെത്തി. പോണ വഴിയിൽ കണ്ട ഒരാളോട് കൂക്കി അനിയസേയോ എന്ന് പറയുന്നുണ്ട്. ഇയാളാണെങ്കിൽ പോടാറുക്കാന്നുള്ളൊരു ഭാവം മൈൻഡ് പോലും ചെയ്തില്ല. ജിമിൻഷി, കൺഗ്രാറ്റുലേഷൻസ്, നീ ഇവിടെ എത്തി. പിന്നെ എനിക്ക് നമ്മൾ ഇവിടെ എത്തിയ കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടുത്തത് എനിക്ക് അന്റാർട്ടിക്കയിൽ പോകണം. അടുത്ത 6 ഷോർ നമുക്ക് അന്റാർട്ടിക്കന്ന് എടുക്കാം. അപ്പൊ കൂക്കി ചോദിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ഒന്നുമില്ല, സ്റ്റോൺ പേപ്പർ സീസസ് ഒക്കെ കളിക്കാം, പിന്നെ പെൻഗ്വിന് ഷെയ്ക്കാൻ എടുക്കാം, അങ്ങനൊക്കെ പറയുന്നുണ്ട്. ജിമിൻഷിന്റെ ഇരുത്തം കണ്ടിട്ട് എനിക്ക് ഉന്തിടാൻ തോന്നുന്നുണ്ട്. സെറ്റ്. കൂക്കിക്കും അതന്നെ തോന്നി. എന്നാ പോയി ഉണ്ട്. കൂക്കി മെഡിറ്റേറ്റ് ചെയ്യാണ് ഗൈസ്. കാറ്റോട് കാറ്റ്. പിന്നെ രണ്ടാളും ഫ്രഷായി പുറത്തോട്ട് പോണതാണ് കാണിക്കുന്നത്. പോണ വഴിക്ക് വണ്ടിന്ന് സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, അല്ല കാവടി തുള്ളി പോണ്ടല്ലോ, പൈസ എടുത്തണോ? അപ്പോഴാണ് രണ്ടും അന്തം വിട്ട് നോക്കണത്. കൂക്കി ചോദിക്കുന്നുണ്ട്, എടുത്തണോ? ആ പൈസ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ആ വണ്ടിയിലുണ്ടായിരുന്ന ലേഡി പറയുന്നുണ്ട്, അതിനെന്താ എക്സ്ചേഞ്ച് ചെയ്യാലോ. അങ്ങനൊക്കെ പറ്റുമോ? പക്ഷെ എന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പൊ കൂക്കി പറയുന്നുണ്ട്, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പിന്നെ എന്തിനാ മുത്ത, ഞാൻ ഒക്കെ ഈ സേട്ട നോക്കിക്കോളാം. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ടേബിളിൽ ഫുഡൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഡയറക്ടർ പറയുന്നുണ്ട്, ഈ ഫുഡൊന്നും നിങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റൂല, പിന്നെ ഞങ്ങൾ ഓരോന്നും എടുക്കണമായിരിക്കും അല്ലേ. ചീഞ്ഞ കോമഡി. ഡയറക്ടർ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയുന്നതിനനുസരിച്ച് ഓരോ ഫുഡ് ഐറ്റംസ് എടുക്കാം. പക്ഷെ എങ്ങാനും തോറ്റ ഉള്ളതിൽ ഒന്ന് തിരിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ 3 റൗണ്ട് കളിച്ചു. അതിവിദഗ്ധമായി ജയിക്കുകയും ചെയ്തു. അങ്ങനെ 3 ഡിഷസ് കിട്ടി. പിന്നെയും കളിച്ചു, കുറെ ജയിച്ചു, കുറെ തോറ്റു. കൂക്കിയാണ് വലിയ കോമഡി, തോൽവിയോട് തോൽവി. ഇനി കളിച്ച ചിലപ്പോ ഒന്നും തിന്നാൻ കിട്ടൂല. ഇനിയും ഗെയിം കളിക്കാൻ പോവാണ് അലവൻസിന് വേണ്ടിട്ട്. ഫസ്റ്റ് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ സ്റ്റാഫും നിങ്ങൾ രണ്ടുപേരും കൂടെ മൊത്തത്തിൽ എല്ലാരും കഴിച്ചതിന്റെ ബില്ല് എത്രയായിരിക്കും എന്ന് ഗസ് ചെയ്യാനാണ്. പെട്ടിയിലേ. ജിമിൻഷി ഗസ് അടിച്ച് വെറുതെ ഓരോ പ്രൈസുകൾ പറയുന്നുണ്ട്. കൂക്കിയാണെങ്കിൽ ആകെ പാനിക്കായി കണക്ക് പരീക്ഷയ്ക്ക് ഇരിക്കുന്ന പോലെയായിരുന്നു. ലാസ്റ്റ് അവര് ഒരു എമൗണ്ട് ആണ് പറഞ്ഞു, പക്ഷെ അത് ആക്ച്വൽ എമൗണ്ടിന്റെ അടുത്ത് കൂടെ പോയിട്ടില്ല. അതുകൊണ്ട് അവര് ആ ഒരു റൗണ്ടിൽ ഫെയിലായി. പക്ഷെ അവരൊരു 40 ഫ്രാൻസസ് എക്സ്ചേഞ്ച് ചെയ്ത് 2 മില്യൺ ഡോങ് വാങ്ങുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങി നെക്സ്റ്റ് പോണത് ഒരു മാർക്കറ്റിലോട്ടാണ്. ചെറുപ്പത്തിൽ അമ്മേന്റെ കൂടെ എപ്പോഴും ജിമിൻഷി മാർക്കറ്റിലോട്ട് പോവാറുണ്ടായിരുന്നു. പിന്നെ റോസ്റ്റർ ബീൻസും അതിന്റെ സ്മെല്ലൊക്കെ നല്ല ഇഷ്ടമാണെന്ന് ജിമിൻഷി ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഇതാണ് ദനാങ് മാർക്കറ്റ്. ഇത് ഒരു ചുരിദാറിട്ട ചേച്ചി, നമ്മുടെ ആൾ തന്നെ. അവിടുന്ന് കുറെ ആർമീസിനെ കാണുന്നുണ്ട്. അവര് യങ് കുക്ക് എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. കൂക്കിയാണെങ്കിൽ പിന്നെ കുറെ നേരം അവരെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്ലോത്ത് സെക്ഷനിലോട്ടാണ് പോയത്. കൂക്കി അവിടെ ചെന്നിട്ടും ബ്ലാക്ക് ഷർട്ടൊക്കെയാണ് നോക്കുന്നത്. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാന്ന് പറഞ്ഞ് കൂക്കിനെ കൊണ്ടുപോയി ജിമിൻഷി തെങ്ങും പനയൊക്കെ ഉള്ള ഒരു ഷർട്ടൊക്കെ കാണിച്ചെടുക്കുന്നുണ്ട്. ലാസ്റ്റ് നടന്ന് ജിമിൻഷിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കിട്ടി, ഒരു ഷർട്ടും ഒരു ട്രൗസറും. ആ ചേച്ചിയാണെങ്കിൽ അത് ജിമിൻഷിക്ക് വെച്ച് നോക്കിയിട്ട് ലുക്ക് തന്നെ എന്ന് പറയുന്നുണ്ട്. ജിമിൻഷി അതിലാണ്ട് വീണു. എന്നാ പിന്നെ ഇതന്നെ മതി, എന്നിട്ട് ഡിസ്കൗണ്ട് വെക്കണ്ടായി. ശരി, ഇപ്പൊ നമ്മളെക്കാളും പറയാടാ. ചേച്ചിയാണെങ്കിൽ ചോദിച്ച അവിടെ ഡിസ്കൗണ്ടും കൊടുത്ത്, കൂക്കിയാണെങ്കിൽ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ ഒരു അന്തം വിട്ട അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ജിമിൻഷി അതും വാങ്ങി പോവാൻ നിൽക്കുമ്പോഴാണ് കൂക്കി ഇത് വാങ്ങിത്താന്ന് പറയണത്. കൂക്കിനോട് ആ ചേച്ചി സൈസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. കൂക്കി അപ്പൊ നൈസ് സൈസ് എന്ന് പറയുന്നുണ്ട്. അതിനും ജിമിൻഷി ഡിസ്കൗണ്ട് വെക്കുന്നുണ്ട്. പോവാൻ നേരം ആ അമ്മച്ചി കൂക്കിനോട് നീ സിംഗർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ കൂക്കിനെയും ജിമിൻഷിനെയും നല്ല ഇഷ്ടപ്പെട്ടു. കവിളൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഇറങ്ങുമ്പോൾ ജിമിൻഷി പറയുന്നുണ്ട് അവർക്ക് ആ അമ്മേന്റെ ചിരി നല്ല ഇഷ്ടപ്പെട്ടു, ഡിസ്കൗണ്ട് ചോദിക്കേണ്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവർ നേരെ വണ്ടി കയറി പാടെ കൂക്കി ഉറങ്ങി. ഇവനൊക്കെ എങ്ങനെയാണാവോ ഇത്ര പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുന്നത്? ജിമിൻഷി കൂക്കി ഉറങ്ങുന്ന കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. പിന്നെ അതിന്ന് ഇറങ്ങി വീണ്ടും ഒരു വണ്ടി കയറി. കൂക്കി വീണ്ടും ഉറങ്ങി. കൂക്കി ഉറങ്ങുന്നതിനിടയ്ക്ക് മസാജ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പിന്നെ വേറൊരു സ്ഥലത്തോട്ടാ പോയത്. ആ സമയത്ത് ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ആൻസർ പറഞ്ഞാൽ മസാജ് ചെയ്യാൻ പോവാം. ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയണ പോലെ ആയല്ലോ.
അതായത് ഒരു ഫോട്ടോ കാണിക്കും, അത് ആരുടെ ഔട്ട്ഫിറ്റാന്ന് പറഞ്ഞാൽ മസാജ് ചെയ്യാൻ പോവാം, അതാണ് ഗെയിം. കൂക്കി കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. എന്നാ പിന്നെ മസാജ് ചെയ്യാൻ പോവാം. ആദ്യമായിട്ടാണ് രണ്ടുപേരും മസാജ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. കൂക്കി ആണെങ്കിൽ തുടങ്ങിയപ്പോ തന്നെ ഉറങ്ങി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഈ മസാജിങ് ഒക്കെ രണ്ടുപേർക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ റിസോർട്ടിലെത്തി ലേറ്റ് നൈറ്റ് സ്നാക്സ് കഴിക്കാതിരിക്കുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ കുറെ ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ കഴിക്കുകയാണെങ്കിൽ ഗെയിം കളിക്കണം. കൂക്കി പറയുന്നുണ്ട് ഞങ്ങളൊന്ന് കഴിച്ചോട്ടെ എന്ന് വളരെ ദയനീയമായി ചോദിക്കുന്നുണ്ട്. എങ്ങനെ ചോദിക്കാണ്ടൊക്കെ ഫുഡ് ഐറ്റംസ് കുറെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഗെയിം കളിക്കാൻ പറയാം. ഇതെന്ത് കഥ? ഈ ഗെയിം എന്താന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ പറയും, അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ പേര് പറയും, അത് ആക്ഷൻ കാണിക്കണം. ഒരു 10ൽ 7 കിട്ടിയാൽ ജയിച്ചു. അതിൽ സ്റ്റാഫ് സ്റ്റാൻഡ് നെക്സ്റ്റ് യു എന്ന് പറയുമ്പോൾ ജിമിൻഷി ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. കൂക്കിക്ക് തന്നെ അറിയില്ല അതെന്താന്ന്. പിന്നെ അത് ഏത് പാർട്ടാന്ന് ലാസ്റ്റ് ജിമിൻഷി അത് കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാവങ്ങൾ ഒരു വിധത്തിലൊക്കെ ഗെയിം കളിച്ചു. പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ ഒരു സീനൊക്കെ അടിപൊളിയാട്ടോ. പിന്നെ ഓരോ ഡിഷ് സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടി വീണ്ടും ഗെയിം കളിക്കുന്നുണ്ട്. എനിക്കൊക്കെ ആണെങ്കിൽ എപ്പോഴോ പ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. അവിടുന്ന് പിന്നെ വന്ന് ഒരൊറ്റ ചാട്ടം പൂളിക്ക്. പിന്നെ അവിടെ ഒരു യുദ്ധം തന്നെ ആയിരുന്നു. കൂക്കി ജിമിൻഷിനെ നീന്താൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ രണ്ടും കൂടെ ഒരു യൂണിക്കോണിന്റെ പുറത്ത് കയറിയിട്ട് പൊരിഞ്ഞ യുദ്ധം. കൂക്കിയാണെങ്കിൽ തോൽവി എന്റെ ഡിക്ഷണറിയിലേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അടിയോടടി. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങി. പിന്നെ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞ ഡിജിറ്റൽ മിനിമലിസം അല്ലേ, അത് 1 മണിക്കൂറിന് 3 മണിക്കൂർ ഉണ്ടാക്കി. അതുകൊണ്ട് ഫോണൊക്കെ നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പാവങ്ങൾ കണ്ടില്ലേ, ഫോണൊക്കെ തത്തമ്മേനെ കൂട്ടിലിട്ട പോലെ അടച്ചു വെച്ചിന്. ആ 3 മണിക്കൂറിൽ ഇനി 1 മണിക്കൂറും കൂടി ബാക്കിയുണ്ട്. ജിമിൻഷിക്കാണെങ്കിൽ ഫോണില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം. കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ഈ ചെറിയ കുട്ടികൾ ഫോൺ കിട്ടാത്തതുകൊണ്ട് ഈ പിണങ്ങി കിടക്കൂലേ, അതേപോലെ കൂക്കിയാണെങ്കിൽ ജിമിൻഷിനെ എന്നാ വാടാ ഗെയിം കളിക്കാൻ വാടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നെ റൂമിലോട്ട് ഡയറക്ടർ വരുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അവർ സമയം കളയാൻ വേണ്ടിയിട്ട് ഓരോ ഗെയിം കളിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം സമയമായപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്. കീ ഇതാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കീ ഇല്ലാണ്ട് എങ്ങനെയൊക്കെയോ കമ്പിന്റെ ഇടയിൽ കൂടി ഫോണൊക്കെ എടുക്കുന്നുണ്ട്. ഇവൻ തുറപ്പം കൊച്ചുണ്ണിന്റെ കൊറിയൻ വേർഷൻ തന്നെ. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലത്തെ വ്യൂ ആണ്. കൂക്കിനെ കാണാനില്ല. കൂക്കി ഉറങ്ങി കട്ടിന്റെ താഴത്തേക്ക് വീണിട്ടുണ്ട്. പിന്നെ അവിടുന്ന് എണീറ്റ് കയറി കിടന്ന് പിന്നെയും കുറെ നേരം ഉറങ്ങി. രാത്രിയാണെങ്കിൽ കൂക്കി ഓരോന്നും പറഞ്ഞാൽ ജിമിൻഷിനെ ഉറങ്ങാൻ തന്നെ സമ്മതിച്ചിട്ടില്ല. പിന്നെ കാണിക്കുന്നത് അവർ നെക്സ്റ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി പോണതാണ്. കൂക്കി അവിടെ ഷാർക്ക് ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷാർക്കോ? ഇനി ഷാർക്കിന്റെ മുന്നിലെങ്ങാനും പെട്ടാൽ അതിനെ പ്രൊവോക്ക് ചെയ്യരുത്, ഒന്നുകിൽ വെള്ളത്തിൽ നിന്ന് കയറുക അല്ലെങ്കിൽ അനങ്ങാണ്ട് നിൽക്കുക എന്നൊക്കെ കൂക്കി പറയുന്നുണ്ട്. ഇവനെന്താ ഈ പിച്ചും പേയും പറയണെന്ന് വിചാരിച്ചിട്ട് ജിമിൻഷി ചോദിക്കുന്നുണ്ട്. അല്ല അതിപ്പോ അഥവാ കാലിൽ കടിച്ചാലോ, അല്ലെങ്കിൽ വേറെ ഒന്നും കൂടെ വന്നാലോ, ഒരു കൂട്ടം വന്നാലോ എന്നൊക്കെ ജിമിൻഷി ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ കൂക്കിന്റെ വക ഈ ഷാർക്കിനെ അടിക്കാനുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ ഫുഡ് കഴിച്ച് വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. പിന്നെ കുറെ നേരം വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. ഫിഷിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ കയറി പോന്നു. പോണ വഴിക്ക് ഒരു വീഡിയോ കാണുന്നുണ്ട്. ആ വീഡിയോ ഉള്ള കുട്ടിയൊക്കെ ഏകദേശം 15 വയസ്സൊക്കെ ഉണ്ടാവോ. അവർ എന്നെ അങ്കിൾ എന്നൊക്കെ വിളിക്കേണ്ടി വരുന്നൊക്കെ ജിമിൻഷി പറയുന്നുണ്ട്. നിനക്ക് ഇപ്പോഴും ബേബി ഫേസ് ആണെന്ന് കൂക്കി ജിമിൻഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. ജിമിൻഷിക്ക് ആ കേൾക്കുമ്പോൾ തന്നെ നാണം വരുന്നുണ്ട്. എന്നിട്ട് കൂക്കിനോട് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. ഇതിനും ഗെയിം കളിക്കണം. ടാസ്ക് എന്താന്ന് വെച്ചാൽ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് നെങ്യാൻ ഓരോ ക്ലൂവും കൊടുത്ത് 30 സെക്കൻഡിനുള്ളിൽ പറയിപ്പിക്കണം. അതാണ് ടാസ്ക്. ഇവര് രണ്ടുപേരും ചിന്നേട്ടനെയും മിൻഗ്യുനെയും അങ്ങനെ പലരെയും മാറി മാറി വിളിക്കുന്നുണ്ട്. ആരും ഫോൺ എടുക്കുന്നില്ല. ശരിക്കുള്ള ടാസ്ക് എന്താന്ന് വെച്ചാൽ ആരെ കൊണ്ടെങ്കിലും ഫോൺ എടുപ്പിക്കുക എന്നുള്ളതാണെന്ന് ജിമിൻഷി പറയുന്നുണ്ട്. ആരും ഫോൺ എടുക്കണില്ലേ. ലാസ്റ്റ് ജിമിൻഷിന്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്. 24 സെക്കൻഡ് കൊണ്ട് തന്നെ ആൻസർ പറയിക്കുന്നുണ്ട്. പിന്നെ കൂക്കിനോട് ജിമിൻഷിന്റെ അച്ഛൻ സംസാരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ പണ്ട് കൂക്കിന്റെ അമ്മ ജിമിൻഷിനോട് ഫോണിലൂടെ സംസാരിച്ചതാ എനിക്ക് ഓർമ്മ വന്ന്. രണ്ടും ഏകദേശം സെയിം വൈബ്. പിന്നെ അവര് ഫുഡ് കഴിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഗെയിം കളിക്കുന്നുണ്ട്. ഇതന്നെ റിപ്പീറ്റ്. അപ്പം 6th എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പം 7th എപ്പിസോഡിൽ കാണാം. ബൈ ആമീസ്.